സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. രാത്രിയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ മഴ പെയ്തതല്ലാതെ കാര്യമായ പ്രശ്നങ്ങളില്ല. മഴ അല്പം കുറഞ്ഞെങ്കിലും ഇന്നലെ വെള്ളം കയറിയ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ മഴ തുടരും. തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാനും നിയന്ത്രണമുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് രാഗിൻ ചേർന്നു. വിവിധ ബ്യൂറോകളിൽ നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും സജ്ജമാണ്. ആദ്യം രാഗിനിലേക്ക്. ഗുഡ് മോർണിംഗ് രാഗിൻ, കൊച്ചി പൊതുവെ മഴയിൽ മുങ്ങിയ സ്ഥിതിയാണല്ലോ ഉള്ളത്. ഈ വേനൽ മഴ കിട്ടിയ ആദ്യ ദിവസം തന്നെ കൊച്ചി ഒരുപാട് ദുരിതത്തിലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇന്നലെ രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നോ? ഇന്നും വെള്ളക്കെട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. മാത്രമല്ല മേഘവിസ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഇന്ന് രാവിലെ ആ നിലയിലേക്ക് മഴ എത്തിയിട്ടില്ല. തോർന്ന നിൽക്കുന്ന അന്തരീക്ഷമാണുള്ളത്. കഴിഞ്ഞ ഒരു 3-4 മണിക്കൂറായി ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇന്നലെയും ഇതുപോലെയായിരുന്നു. ഇന്നലെ ഒരു 8:30 മണിയോടുകൂടിയാണ് കൊച്ചിയിൽ മഴ തുടങ്ങിയത്. പിന്നെ അത് ശക്തി ആർജിച്ചു. അങ്ങനെ ഒരു മണിക്കൂറിനകം തന്നെ ഒരു 103 മില്ലിമീറ്റർ മഴയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ടായി. എന്തായാലും ഇന്ന് എന്തായിരിക്കും സ്ഥിതിവിശേഷം എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്നലെ ഒരൊറ്റ മഴ പെയ്തപ്പോൾ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. ഇൻഫോ പാർക്ക്, കാക്കനാട്, തൃക്കാക്കര, അതോടൊപ്പം കളമശ്ശേരി മേഖല, ഒപ്പം പശ്ചിമ കൊച്ചി, അങ്ങനെ എല്ലാ മേഖലയും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്. ഇന്നും അത്തരത്തിൽ ശക്തമായ മഴയുണ്ടായാൽ അത് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ആവർത്തിക്കും എന്ന ആശങ്ക ഏവരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേരത്തെ ഈ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മഴക്കാലപൂർവ്വ ശുചീകരണം ആ നിലയിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, ഈ വെള്ളക്കെട്ട് നിർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങൾ അതൊക്കെ നടന്നെങ്കിൽ കൂടി ഈ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം ഇപ്പോഴാകുന്നില്ല. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്തായാലും വരും മണിക്കൂറുകളിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് നോക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഇന്നലെ ഒട്ടനവധി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. വലിയ ആളുകളെ വലിയ രീതിയിൽ തന്നെ അത് ബാധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഹോസ്റ്റലിലടക്കം കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ജോലിക്കെത്താൻ, ഈ ഇൻഫോ പാർക്കിലടക്കം ജോലിക്കെത്താൻ പലരും വൈകിയിരുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി ഇന്നലെ നഗരത്തിലുണ്ടായി. ഇന്നത്തെ അവസ്ഥ നോക്കണം. കൂടുതൽ മോട്ടോറുകളടക്കം കോർപ്പറേഷനും മറ്റ് ആളുകളും ഒക്കെ എത്തിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വെള്ളം കെട്ടുകയാണെങ്കിൽ അത് വലിച്ചെടുക്കാം. പക്ഷേ ആ സമയത്ത് ഇതൊന്നും പ്രായോഗികമാകുന്നില്ല എന്ന കാര്യവും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. മാത്രമല്ല ചിലയിടങ്ങളിൽ മഴയുണ്ടെങ്കിൽ അത് ചെറിയ തോതിലാണ്. പക്ഷേ വരും മണിക്കൂറുകൾ എങ്ങനെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നഗരത്തെ സംബന്ധിച്ചിടത്തോളം.